ദില്ലിയിൽ വലിയ ആശങ്കയാണ്, രാജ്യവും വലിയ ജാഗ്രതയിലാണ്. എന്താണ് ജാഗ്രതയ്ക്ക് കാരണമെന്ന് ചോദിച്ചാൽ, ബ്രിട്ടനിൽ നിന്ന് പിടികിട്ടാപ്പുള്ളിയായ ഒരാളെ പിടിച്ചു, തായ്ലൻഡിൽ നിന്ന് പിടിച്ചു. അയാളെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് അയാളെ ലണ്ടനിലേക്ക് അയക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ആവശ്യപ്പെട്ടു. തായ്ലൻഡിനോടാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ അയാളെ ഒരു വിമാനത്തിൽ കയറ്റി തായ്ലൻഡിലെ ബാങ്കോക്ക് വിമാനത്താവളത്തിൽ നിന്നാണ് അയാളെ പിടികൂടിയത്. അപ്പൊ അവിടെ നിന്ന് അയാളെ കയറ്റി ലണ്ടനിലേക്ക് വിടണം. ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്, അതായത് തായ്ലൻഡിൽ നിന്ന് ഡൽഹിയിലേക്ക് വരണം, ഡൽഹിയിൽ നിന്നാണ് പിന്നീട് ലണ്ടനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഡൽഹി എയർപോർട്ടിൽ ഇയാൾ ഇറങ്ങുന്നു, ഇയാൾ ലണ്ടനിലേക്കാണ് പോകേണ്ടിയിരുന്നത്. അപ്പൊ എയർ ഇന്ത്യ വിമാനത്തിലാണ്. ഇവിടുത്തെ എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് സ്റ്റാഫ്, എസ്കോർട്ട് സ്റ്റാഫ് എല്ലാം ഇയാളെ കൊണ്ടുവന്നിട്ട് ഇന്റർനാഷണൽ പാസഞ്ചർ ട്രാൻസ്ഫർ ഏരിയ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടിരുത്തുകയാണ് ഇയാളെ. എന്നിട്ട് ഉച്ച സമയമാണ്. അപ്പൊ ഇയാളുടെ ഫ്ലൈറ്റ് 2.5 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ നിന്ന് അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉള്ളത് ലണ്ടനിലേക്ക്. അപ്പോൾ ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇയാളെ അവിടെ ഈ ഗ്രൗണ്ട് സ്റ്റാഫും സെക്യൂരിറ്റി സ്റ്റാഫുകളും എല്ലാം കൂടി നോക്കി ഇയാളെ പിടികിട്ടിയ പുള്ളിയാണ്. അപ്പൊ ഇയാളെ ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ ഇറങ്ങാൻ ഇയാൾക്ക് വിസ ഇല്ല, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനും കഴിയില്ല, കാരണം വിസ വേണമല്ലോ. അത് മാത്രമല്ല പിടികിട്ടാ പുള്ളി കൂടിയാണ്. അപ്പോൾ ഇയാൾക്ക് ഇറങ്ങാൻ വിസ ഇല്ല. അങ്ങനെ ഇയാളെ അവിടെ സ്റ്റാഫൊക്കെ നോക്കാൻ ഏൽപ്പിച്ചു. ഈ CSF ഏരിയ അല്ല, CSF പ്രവേശനമില്ലാത്ത ഒക്കെ ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ നോക്കുന്നത് എയർ ലൈസൻസിന്റെ അധികൃതരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ CFS അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾ നോക്കുന്ന ഏരിയ അല്ല ഇത്. അപ്പൊ അവരുടെ ഒരു ജുഡീഷ്യറി കസ്റ്റഡിയിൽ വരുന്നതല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് സംഭവിക്കുന്നത് ഇയാൾ മിസ്സായി എന്നുള്ളതാണ്. മിസ്സായി എന്ന് പറഞ്ഞാൽ ഇയാൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക് പോയില്ല. ഇയാൾ വരുന്നുണ്ട് എന്നറിഞ്ഞ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ ലണ്ടൻ പോലീസ് അവിടുത്തെ വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുകയാണ്. വിമാനത്തിൽ ഇയാളില്ല. അപ്പൊ ഉടൻ തന്നെ പോലീസ് എയർപോർട്ടിലൊക്കെ പരിശോധനകൾ നടത്തുമ്പോഴാണ് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു, ഇയാൾ പുറത്തു വന്നു, പക്ഷെ പിന്നീട് അയാളെ കാണാനില്ല എന്ന് മനസ്സിലായത്. ഇത് നടക്കുന്നത് ഒക്ടോബർ 28-ാം തീയതിയാണ്. അപ്പോൾ അതീവ രഹസ്യമായി വച്ചിരിക്കുകയായിരുന്നു. ഈ ഒക്ടോബർ 29-ാം തീയതി രാവിലെ 7:30 മണിയായപ്പോൾ എയർപോർട്ടൊക്കെ സജീവമായി വരുന്നതേ ഉള്ളൂ. രാത്രി ആളുകളുടെ എല്ലാവരും ഉറക്കത്തിന്റെ ആലസ്യത്തിലാണ്. അത് കഴിഞ്ഞ് വിമാനത്താവളം സജീവമായി വരുന്ന സമയം തീരെ ആളില്ലാത്ത ഒരു സമയമൊന്നും അല്ല. ഡൽഹി എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും വലിയ തിരക്കാണ്, നിരവധി ഫ്ലൈറ്റുകൾ വരും. അപ്പൊ ഇതിന്റെ ഒക്കെ നടുവിലൂടെ ഇയാൾ അതും മറികടന്ന് ഇയാൾ എങ്ങോട്ടേക്കോ പോയി. അതായത് ഡൽഹിയിൽ നിന്ന് ഇയാൾ മിസ്സായി എന്നാണ് പറയുന്നത്. ഇയാൾ പുറത്തേക്ക് പോയി എന്നാണ്. ദില്ലി നഗരത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നതായുള്ള CCTV ക്യാമറകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ പേര് ജോർദാൻ ജോസഫ് പീറ്റർ ഫിറ്റ്സ് പാട്രിക്. വലിയ പേരാണ്, ജോർദാൻ ജോസഫ് പീറ്റർ ഫിറ്റ്സ് പാട്രിക്. 5 പേരുണ്ട്. അയാൾക്ക് 36 വയസ്സുണ്ടെന്ന് പറയുന്നു. തായ്ലാന്റിൽ നിന്ന് UK ഡീപ്പോർട്ട് ചെയ്തതാണെന്ന് പറയുന്നു. ഒരാളെ ഡീപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഒരു ചോദ്യമാണ്. അതായത് UK ഗുരുതരമായ കേസുകളുള്ള ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമായി വച്ചിരിക്കുകയാണ്. ഡൽഹി പോലീസ് പിന്നീട് ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്തിനാണ് ഇയാൾ ഡൽഹിയിൽ വന്നപ്പോൾ അവിടെ നിന്ന് മുങ്ങിയത്, എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ UK ചെന്നാൽ ഇയാൾക്ക് വലിയ ശിക്ഷ കിട്ടുമെന്ന് കരുതിയത് കൊണ്ടായിരിക്കാം. അപ്പോ വിസ ഇല്ലാതെ ഇന്ത്യയിൽ ഒരു സായിപ്പ് എങ്ങനെ ഇന്ത്യക്കാരെ പോലെ ഒളിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പോലെ ഇയാൾക്ക് നടക്കാൻ പറ്റില്ല. കുറെ കഴിയുമ്പോൾ പിടിക്കപ്പെടും. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യം വരും. അപ്പോ ഇയാൾക്ക് ഇവിടെ ആരോ വിസ നൽകാനുണ്ട്. ഇയാൾ എല്ലാം തന്ത്രപരമായാണ് ഇത് നീങ്ങിയത്. അതായത് വിമാനത്താവളത്തിൽ വന്ന് പുറത്ത് കടക്കുന്നു. പക്ഷെ ഏറ്റവും വലിയ വീഴ്ച അവിടെ നടന്നു. കാരണം എയർ ഇന്ത്യ സ്റ്റാഫാണ്, ഗ്രൗണ്ട് സ്റ്റാഫ്, എസ്കോർട്ട് സ്റ്റാഫും ഒക്കെ വളരെ മുമ്പേ അറിയിപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളെ ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാങ്കോക്കിൽ വിമാനത്താവളത്തിൽ വെച്ച് തായ്ലൻഡ് അധികൃതർ പിടികൂടി വിമാനത്തിലാക്കി ബ്രിട്ടൻ ആവശ്യപ്പെട്ട പ്രകാരം ലണ്ടനിലേക്ക് അയക്കുന്ന ആളാണ്. അയാൾക്കെതിരെ ഒരുപക്ഷെ
കൊലപാതകം ആയിരിക്കാം, അല്ലെങ്കിൽ രാജ്യദ്രോഹമായിരിക്കാം. എന്ത് കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്ന് ഇതുവരെ നമുക്ക് ആർക്കും അറിയില്ല. അപ്പോ അതീവ സുരക്ഷ വേണം ഇയാൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചു നോക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഇയാൾ ഡൽഹിയിലുണ്ട്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഡൽഹിയിൽ സ്ഫോടനം നടന്നത്. ഓർക്കുക, 10-ാം തീയതി ഇയാൾ ഇവിടെ ഉണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതിലൊരു ദുരൂഹതയുണ്ട്. വിദേശത്തുള്ള അമേരിക്കയുടെ അല്ലെങ്കിൽ UK ഒക്കെ ചില ആളുകൾ ഇന്ത്യയിൽ ചില ഓപ്പറേഷന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. അതായത് ഈ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 31-ന് ധാക്കയിലെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിലെ 808-ാം നമ്പർ മുറിയിൽ ഒരു ടെറസ് ഹാർവർഡ് ജാക്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമാൻഡോ, അയാളുടെ കമാൻഡോ ജനറലാണ് അയാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. സ്ത്രീകളായ അജ്ഞാതർ കൊല്ലപ്പെടുത്തിയെന്ന് പറയുന്നു, അറിയില്ല. അയാള് പൊളോണിയം എന്ന വിഷം ഉള്ളിച്ചെന്നാണ് മരിച്ചത്. പൊളോണിയത്തെ കുറിച്ച് നേരത്തെയും വലിയ വാർത്തകൾ വന്ന സുനന്ദ പുഷ്കർ മരിച്ചു കിടന്നപ്പോൾ സുനന്ദ പുഷ്കറുടെ ശരീരത്തിലേക്ക് പൊളോണിയം വിഷം കുത്തിവെച്ചു എന്നൊക്കെയുള്ള തിയറി ഉണ്ടായിരുന്നു. അത് റഷ്യക്കാർ പണ്ട് മുതലേ അവരുടെ ശത്രുക്കളെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാരകമായ വിഷമാണ് പൊളോണിയം. ഈ പൊളോണിയം ഉപയോഗിച്ച് ലോകത്തിന്റെ പല ഭാഗത്ത് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോ പൊളോണിയം ഉപയോഗിച്ചിട്ടാണ് ഈ ജാക്സൺ ടെറസ് ഹാർവൽ അയാളെ കൊലപ്പെടുത്തിയത് എന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. മാത്രമല്ല, അയാൾ ബംഗ്ലാദേശിൽ വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടാണ് എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അതിനുശേഷം ഷാങ്ഹായ് ഉച്ചകോടി സമയത്ത് ഫുഡിന്റെ കാറിൽ 45 മിനിറ്റോളം മോദി ഇരുന്നു. ഔറസ് കാറിൽ ഇങ്ങനെ ഒരു, കാരണം മിസൈൽ ആക്രമണം ഉണ്ടായാൽ പോലും, പുറത്തുനിന്ന് എന്ത് ആക്രമണം ഉണ്ടായാൽ പോലും തകർക്കാൻ കഴിയാത്ത ഒരു കാറാണ് ഫുഡിന്റെ ഔറസ് കാർ എന്ന് പറയുന്നത്. അവിടെ മോദിയെ കയറ്റിയിരുത്തുന്നു, കുറെ നേരം അവർ സംസാരിക്കുന്നു. ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകളായതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്പിറൻസി തിയറി പരന്നിരുന്നു. ഇങ്ങനെ ടെറർ ജാക്സനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു ചില പ്രശ്നങ്ങൾ ഇയാൾ വന്നത് മോദിയെ ലക്ഷ്യമിട്ടാണ് എന്നൊക്കെയുള്ള ചിലത് വന്നിരുന്നു. അപ്പോ മോദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ കമാൻഡോ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുപോലെ എന്തെങ്കിലും ദുരൂഹ മിഷനുള്ള ആളാണോ ഈ ജോർദാൻ ജോസഫ് ഫിറ്റ്സ് പാട്രിക്. അയാൾ രക്ഷപ്പെട്ട് ഡൽഹിയിലേക്ക് ഇറങ്ങി. ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇയാളെ പിടികൂടാൻ വളരെ എളുപ്പമാണ്. കാരണം ഡൽഹി പോലീസ് മറ്റ് ഏജൻസികളൊക്കെ ഡൽഹിയുടെ മുക്കും മൂലയും ഒക്കെ അരിച്ചു പെറുക്കി നടക്കുന്നുണ്ട്. നമുക്കറിയാം ഡൽഹിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി സ്ഫോടനത്തിന് ശേഷം UP, രാജസ്ഥാൻ അടക്കമുള്ള, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും അലർട്ടിലാണ്. റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിലെ ഉൾപ്പെടെ, ഇപ്പൊ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലടക്കം, അല്ലെങ്കിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലടക്കം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം. അപ്പോ അങ്ങനെയാണ്. ഇനി ഒരു അജ്ഞാതനെ കോട്ടയത്ത് കണ്ടു എന്നുള്ളൊരു വാർത്ത ഇന്നലെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഇനി അയാളാണോ ഈ ഡൽഹിയിൽ നിന്ന് വന്ന ആൾ? ഈ UK-യിലെ ചില ആളുകൾ, ഈ ജോർദാൻ ജോസഫ് പീറ്റർ ഫിറ്റ്സ് പാട്രിക് ഈ രക്ഷപ്പെട്ട് ഇവിടേക്കാണോ വന്നത്? ഇനി 28-ാം തീയതിയാണ് ഇയാൾ മിസ്സായത്. 29-ന് വെളുപ്പിന് CCTV ഫുട്ടേജിൽ ഇയാൾ എക്സിറ്റ് ഗേറ്റ് വഴി, അതായത് ഡൽഹിയിലെ വിമാനത്താവളം എക്സിറ്റ് ഗേറ്റ് വഴി പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ യാത്രക്കാരൻ ഇറങ്ങിപ്പോകുന്ന വഴിയെ ഒരാൾ ചെന്നുപെട്ടാൽ അയാളുടെ വിസയും പാസ്പോർട്ടും ഒന്നും ആരും നോക്കത്തില്ല. കൂളായിട്ട് അയാൾക്ക് ഇറങ്ങിപ്പോകും. കാരണം ഇന്റർനാഷണൽ ട്രാവൽസിന് വേണ്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു വിമാനത്തിൽ വന്നിട്ട് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് ആളുകളെ അവിടെ ഇരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആരും ശ്രദ്ധിക്കുകയുമില്ല. അപ്പോൾ ഈ ജോർദാൻ വന്നത്, അല്ലെങ്കിൽ UK-യിൽ നിന്ന് പല ആളുകളും ഇവിടെ എത്തുന്നത്, UK അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ വലിയ പ്രസൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആഭ്യന്തരമായി തന്നെ നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പലരും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മോദിയെ ലക്ഷ്യമിട്ട് വന്നതാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു.